ഹായ് ഹലോ എവറിബഡി. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ സമ്മറി ആണല്ലേ പറഞ്ഞത്. അപ്പോ ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഇതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ അനാലിസിസ് നമ്മൾ പല കാര്യങ്ങളും അല്ലെ പറയാത്തപ്പോ നമ്മൾ സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതിയോ? പോരാ, നമുക്ക് എക്സാമിന് ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെ, അതാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ഈ ഒരു ഡ്രാമയിൽ അല്ലെ, ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അല്ലെ, ഇപ്പൊ തീം എന്തൊക്കെയാണ് വരുന്നത്? നേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലവ് അല്ലെ, നേച്ചറും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലവ് ആണ് വരുന്നത് അല്ലെ. ലവ് മൂവ്സ് ഫ്രം ഫിസിക്കൽ അട്രാക്ഷൻ ടു സ്പിരിച്വൽ കണക്ഷൻ അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അവിടെ അല്ലെ, അർജുനയ്ക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ആരോട് തോന്നുന്നത്? ചിത്രന്റെ അടുത്ത് തോന്നുന്നത് അല്ലെ. പിന്നെ അല്ലെ ട്രൂ ഐഡന്റിറ്റി റിവീൽ ചെയ്തപ്പോ അതെന്ത് ചെയ്തു? ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് അല്ലെ, ആത്മബന്ധമായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇനി ചിത്ര ഇനീഷ്യലി സീക്സ് ലവ് ത്രൂ എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെ. അതായത് ചിത്ര ഫസ്റ്റ് എന്ത് ചെയ്തു അല്ലെ, തൻ്റെതായിട്ടുള്ള അല്ലെ, തന്റെ സ്വന്തം അല്ലെ ആ അൺഫെമിനൈൻ ക്വാളിറ്റി വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് ആ ഒരു ബ്യൂട്ടി അല്ലെ, ആ ബ്യൂട്ടി വെച്ചിട്ട് തന്നെ, അതായത് അർജുനോട് ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്, ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, അർജുന റിജക്ട് ചെയ്യാണ് അല്ലെ. ട്രൂ ലവ് എമേർജസ് ഓൺലി വെൻ ഷീ റിവീൽസ് ഹർ റിയൽ സെൽഫ് അല്ലെ. അപ്പോ അതുവരെ അല്ലെ, പിന്നെ എന്ത് ചെയ്തു? മാജിക്കൽ ബ്യൂട്ടി ആരെടുത്തുനിന്ന് ബൂൺ ചെയ്തു അല്ലെ, ആരെടുത്തുനിന്ന്? വസന്തയുടെ അടുത്തുനിന്നു, അതുപോലെ തന്നെ മദനയുടെ അടുത്തു അല്ലെ. ഈ രണ്ട് ഗോഡ്സിന്റെ അടുത്തുനിന്ന് ബൂൺ അല്ലെ ചെയ്തു. ആര് ചെയ്തു? ചിത്ര ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു ഇല്യൂഷനിലായിരുന്നു. എന്തേ? ഒരു ഇല്യൂഷനിലായിരുന്നു. അർജുന അല്ലെ. അർജുന അപ്പോഴും ഒരു ഇല്യൂഷൻ സ്റ്റേറ്റിലായിരുന്നു അല്ലെ. അപ്പൊ അത് ട്രൂ ബ്യൂട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്തിട്ടുണ്ട്? പകരം ലാസ്റ്റ് ആള് തന്റെ ട്രൂ സെൽഫ് റിവീൽ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ട്രൂ ലവ് എമേർജ് ചെയ്യുന്നത്. മനസ്സിലായോ? ട്രൂ ലവ് എമേർജ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് എന്താണ്? ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് അർജുനയ്ക്ക് ചിത്രയുടെ അടുത്ത് തോന്നുന്നത്. ഓക്കെ അല്ലേ? ഇനി Tagore emphasizes that real love transcends appearance അല്ലെ. എന്താ പറഞ്ഞത്? ടാഗോർ പറയുന്നത് എന്താണ്? റിയൽ ലവ് അല്ലെ. ടാഗോറിന്റെ ഒരു ക്രിറ്റിസിസത്തില് പറയുന്നത്, ടാഗോർ പറയാൻ ശ്രമിക്കുന്നത് എന്താ? ട്രൂ ലവ് ട്രാൻസെൻഡ്സ് അപ്പിയറൻസസ് അല്ലെ. അതായത് ടാഗോർ അല്ലെ, പണ്ട് മുതലേ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ബ്യൂട്ടി കോൺസെപ്റ്റ്. നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി കോൺസെപ്റ്റ് എന്താ? വെളുത്തവര് നല്ല ഭംഗിയുള്ളവരും കറുത്തവര് തീരെ ഭംഗിയില്ലാത്ത ആൾക്കാരും അല്ലെ. പിന്നെ പല്ല് പൊന്തി കേസ്, പല്ല് താഴ്ന്ന കേസ്, പിന്നെന്താണ്? മുടിയില്ലാത്ത കേസ്, കുരുവുള്ള കേസ് അല്ലെ. മുഖത്ത് കുരു വന്നാൽ അത് പ്രശ്നമാണ് അല്ലെ. എന്തെങ്കിലും പാട് വന്നാൽ പ്രശ്നമാണ്. പിന്നെന്താണ്? കൈയിനോ കാലിനോ നീളം കുറവാണെങ്കിൽ പ്രശ്നമാണ്. തടി കുറഞ്ഞാൽ പ്രശ്നമാണ്. തടി കൂടിയാ പ്രശ്നമാണ്. നീളം കൂടിയാ പ്രശ്നമാണ് അല്ലെ. അങ്ങനെ ഒരുപാട് ബ്യൂട്ടി കോൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇല്ലേ. അപ്പൊ ആളെന്താ പറയുന്നത് എന്താ വെച്ചാൽ അപ്പിയറൻസ് അല്ലെ, നമ്മുടെ ലുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്നേഹം അല്ലെ. നമ്മുടെ സ്നേഹമല്ല, ബാക്കിയുള്ളവർക്ക് നമ്മളോടുള്ള അട്രാക്ഷനും അതിനനുസരിച്ചിരിക്കും. അപ്പോ ടാഗോർ പറയുന്നത് വെച്ചാല് അതിലൊന്നുമല്ല കാര്യം അല്ലെ. ഒരിക്കലും അതിലൊന്നുമല്ല കാര്യം. ഏതിലാണ് കാര്യം? ക്യാരക്ടറിലാണ് കാര്യം എന്നാണ് ആര് പറയുന്നത്? ടാഗോർ പറയുന്നത്. ഇനി തീം നെക്സ്റ്റ് എന്താ വരുന്നത്? റിയാലിറ്റി വേഴ്സസ് ഇല്യൂഷൻ അല്ലെ. റിയാലിറ്റി വേഴ്സസ് ഇല്യൂഷൻ. ചിത്രാസ് മാജിക്കൽ ബ്യൂട്ടി ഇസ് എ ടെമ്പററി ഇല്യൂഷൻ അല്ലെ. ചിത്രയുടെ മാജിക്കൽ ബ്യൂട്ടി എങ്ങനെയാണ്? ഒരു ടെമ്പററി ഇല്യൂഷൻ ആണ് അല്ലെ. ഒരു താൽക്കാലികത്തിന് മാത്രമുള്ള ഒരു മായാ കാഴ്ച മാത്രമാണ് എന്ത് ചിത്രയുടെ മാജിക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അല്ലെ. അർജുന ഫെൽസ് ഇൻ ലവ് വിത്ത് ദ ഇല്യൂഷൻ അല്ലെ. അങ്ങനെ അർജുൻ എന്ത് കണ്ടിട്ടാണ് ആളെ സ്നേഹിക്കുന്നത്?
അല്ലേ? ആ ഒരു ഇല്യൂഷൻ അല്ലെ, ആ ഒരു മായാ കാഴ്ച, ആ ഒരു മാജിക്കൽ ബ്യൂട്ടി കണ്ടിട്ടാണ് ആര് സ്നേഹിക്കുന്നത്? അർജുന സ്നേഹിക്കുന്നത്. അർജുനന്റെ അടുത്തേക്ക് ട്രൂ സെൽഫില് അല്ലെ, ഒരു സ്ത്രീയുടെ വേഷത്തിലും ബോയ്സ് അറ്റയറിൽ ആര് പോകുന്നുണ്ട്? ചിത്ര പോകുന്നുണ്ട്. അപ്പൊ അർജുനക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ? ഒരു തേങ്ങയും തോന്നിയിട്ടില്ല. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് പോയപ്പോ അർജുൻ എന്ത് ചെയ്തു? തന്റെ സെലിബസി ഒക്കെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു? ആളെ സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലെ. സോ നോട്ട് ദ റിയൽ വിമൻ അല്ലെ. അപ്പൊ എന്താണ്? ഇല്യൂഷൻ ആണ് ഇവിടെ അല്ലെ, കൂടുതലായിട്ട് ഇല്യൂഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നത്? അർജുന കൊടുക്കുന്നത് അല്ലെ. അതായത് ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ അപ്പിയറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. അതുപോലെ തന്നെ ആള് ഇല്യൂഷനെയാണ് പ്രേമിക്കുന്നത് അല്ലെ, ഇല്യൂഷനായിട്ടാണ് എന്ത് ചെയ്തിട്ട് പ്രണയിക്കുന്നത്, അല്ലാതെ റിയൽ ആയിട്ട് പ്രണയിക്കുകയാണോ? അല്ല. ദ പ്ലേ ക്വസ്റ്റ്യൻസ് സൊസൈറ്റീസ് ഒബ്സഷൻ വിത്ത് ഔട്ടർ ബ്യൂട്ടി അല്ലെ. അതായത് സൊസൈറ്റീന്റെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തില്ല? മൂക്കിനോട്ടില്ല, അതുപോലെ തന്നെ മുഖത്ത് കുരുണ്ട്, മുടിയില്ല, നിറയില്ല, ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല. പിന്നെന്താ? ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ആണ് അല്ലെ, തടി കൂടി തടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്യൂട്ടി കോൺസെപ്റ്റ് എവിടെ ഉണ്ട്? നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ സൊസൈറ്റി കാണാൻ ശ്രമിക്കുന്നത് എന്താണ്? നമ്മുടെ ഔട്ടർ ബ്യൂട്ടിയാണ് അല്ലെ. നമ്മൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത് വേറൊരാളുടെ മുന്നിക്ക് അല്ലെ, നമ്മുടെ ഫിസിക്ക് എങ്ങനെയാണ് അല്ലെ, നമ്മുടെ കോംപ്ലക്ഷൻ എങ്ങനെയാണ് അല്ലെ, നമ്മുടെ ഫേസിൽ എന്തൊക്കെയുണ്ട്, പാടുകൾ ഉണ്ടോ, കുരു ഉണ്ടോ അല്ലെ, ആക്നി മാർക്സ് ഉണ്ടോ അല്ലെ, പിമ്പിൾസ് ഉണ്ടോ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആർക്ക് അറിയേണ്ടത്? സൊസൈറ്റിയിൽ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പോ എന്ത് ചെയ്യും? ഒരു മനുഷ്യനായാൾക്ക് ചിലപ്പോ ആർക്കുണ്ടാവും പിമ്പിൾ ഉണ്ടാവും, ആക്നി മാർക്ക് ഉണ്ടാവും അല്ലെ. ചിലപ്പോ ഇവിടെ എന്ത് ചെയ്യും? ടാൻ അടിച്ചേക്കും, ചിലപ്പോ അവിടെ ടാൻ അടിച്ചേക്കും അല്ലെ. അവിടെ ഇവിടെയൊക്കെ എന്തുണ്ടാവും? ചെറുതായിട്ട് മുറിവിന്റെ മാർക്ക് ഉണ്ടാവും അല്ലെ. ചിലപ്പോ തടി കൂടിന്ന് വരും, തടി കുറഞ്ഞൂന്ന് വരും, ഹൈറ്റ് ഉണ്ടായിന്ന് വരും, ഹൈറ്റ് ഇല്ലാതായിന്ന് വരും. അപ്പൊ അതൊക്കെ ഒരു ബ്യൂട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതൊക്കെ നമ്മളെന്താണ് പലതരത്തിലുള്ള ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ അല്ലെ. അപ്പൊ ഒരു സാധനം തന്നെ അല്ലെ, ഈ ഒരു നിറം തന്നെ വേണം, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് തന്നെ വേണം, ഈ ഒരു വെയിറ്റ് തന്നെ വേണം, അത് മാത്രം ബ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഈ ഒരു സൊസൈറ്റിന്റെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ അല്ലെ, അതിനെയാണ് ആര് പറയുന്നത്? അതിനെയാണ് ടാഗോർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ. Tagore suggests that only inner truth creates lasting relationship. എന്താ പറഞ്ഞത്? Tagore suggests that only inner truth അല്ലെ, നമ്മുടെ ഉള്ളിൽ എങ്ങനാണോ, നമ്മളെ ക്യാരക്ടർ എങ്ങനാണോ ക്യാരക്ടർ എങ്ങനാണോ, that creates lasting relationship അല്ലെ. അതാണ് ശരിക്കും റിലേഷൻഷിപ്പ് കൊണ്ടുപോകുള്ളൂ. ഇപ്പൊ ഒരു കാര്യം ചെയ്യും അല്ല, നിങ്ങളൊന്ന് വിചാരിക്കും, ഇപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ചെക്കുണ്ട്, പക്ഷെ ഇവനെന്താ പരിപാടി എന്ന് വെച്ചാല് ഇവന്റെ സ്വഭാവം അത്ര ശരിയല്ല അല്ലെ. ഇവനെന്ത് ചെയ്യും? കല്യാണം കഴിച്ച പെൺകുട്ടീനെ അടിക്കും അല്ലെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയുണ്ട്, പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ, പക്ഷെ അവന് അതേപോലെ ആളെ കെയർ ചെയ്യോ? ഇല്ല അല്ലെ. കുട്ടീനെ നോക്കോ? ഇല്ല അല്ലെ. അങ്ങനെ ആളെ നന്നായിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. ആളെ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ പെൺകുട്ടികളുടെ കേസിലാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കും അല്ലെ, ഭയങ്കര ഭംഗിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവന് അല്ലെ, ഈ ചെക്കൻ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് ലിപ്പിയാൻ നോക്കാണ്. അതായത് ഇവക്ക് അത് വേണം, ഇത് വേണം, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തൊക്കെ വേണം അതൊക്കെ ഇവക്ക് വേണം അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും? ഭയങ്കര ഈ ചെക്കനെ ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെ ഉണ്ട്. എല്ലാ ഭംഗിയുള്ള ആൾക്കാരും ഇങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. കേസ് ചെറിയ റയർ ആയിട്ടുള്ള കേസ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ, അങ്ങനെയുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണില്ലേ അല്ലെ. അപ്പൊ അതുപോലെ അല്ലെ. അപ്പോ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം വളരെ ടെമ്പററിയാണ് അല്ലെ. പെർമനന്റ് എന്താണ്? നമ്മുടെ ഇന്നർ ബ്യൂട്ടിയാണ്, അതായത് നമ്മുടെ ക്യാരക്ടറാണ് അല്ലെ. ഇപ്പൊ ഈ ഭംഗിയുള്ള രണ്ട് ആണും പെണ്ണും വിചാരിക്കട്ടോ, ആൺകുട്ടി നല്ല ഭംഗിയുണ്ട് അല്ലെ, പക്ഷെ നല്ലതായിട്ട് കുടുംബം നോക്കും, എന്റെ സ്വന്തം വൈഫിനെ നോക്കും, സ്വന്തം കുട്ടീനെ നോക്കും, സ്വന്തം പാരന്റ്സിനെ നല്ല വൃത്തിക്ക് നോക്കും. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അതേപോലെ തന്നെ ഈ നല്ല ഭംഗിയുള്ള പെൺകുട്ടിന്റെ കേസിലെ തന്റെ ഭർത്താവിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണോ അതനുസരിച്ച് ഈ ആള് സ്പെൻഡ് ചെയ്യുള്ളൂ അല്ലെ. വളരെ ഭംഗിയായിട്ട് അല്ലെ ഫാമിലിയൊക്കെ നേർച്ചർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ അല്ലേ?
അപ്പോ ഇങ്ങനെയാണ് അല്ലെ, നമ്മുടെ ഇന്നർ ബ്യൂട്ടി, ഇന്നർ സെൽഫ് എന്താണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ എന്തല്ല ഔട്ടർ ബ്യൂട്ടി അല്ല നമ്മൾ എന്ത് ചെയ്യരുത് ഒരാളെ കാണുമ്പോ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഇവന്തോ അല്ലെ നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. പക്ഷെ അത് അപ്പിയറൻസിൽ മാത്രം ഒതുങ്ങുവോ? ഒരിക്കലില്ല. പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത് വേറെ അയാളുടെ ഹെയറോ ഫേസ് കട്ടോ അല്ലെ, അല്ലെങ്കിൽ അയാളുടെ കണ്ണോ മൂക്കോ ചെവി എന്തെങ്കിലും ആയിരിക്കും അല്ലെ. പക്ഷെ അയാൾ ചിലപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ ഭയങ്കര റൂഡാണെങ്കിൽ അല്ലെ, ഇപ്പൊ ഞാൻ ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ അല്ലെ, പക്ഷെ അവര് വായ തുറന്ന ഭയങ്കര റൂഡായിട്ട് അല്ലെ, ഒരാളെ റെസ്പെക്ട് ചെയ്യാത്ത പോലെയൊക്കെ എനിക്ക് അന്നത്തോടെ അയാളോടുള്ള ഇംപ്രഷനാണ് പോകും. ഓക്കെ, പിന്നെ എനിക്ക് അയാളോട് സംസാരിക്കാൻ തോന്നുന്നില്ല, അയാളെ കാണുന്ന തന്നെ വെറുപ്പായിരിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നർ ബ്യൂട്ടി അല്ലെ, പുറത്തത്തെ ബ്യൂട്ടി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് വേണോന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ ഇന്നർ ബ്യൂട്ടി നമ്മുടെ ക്യാരക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എപ്പോഴും നല്ല വൃത്തിക്ക് ആക്കേണ്ടത്. ഓക്കെ.